നമ്മൾ പഠിച്ചു. ഞങ്ങളുടെ ഓരോ ദിവസത്തിന്റെയും സന്തോഷ നിമിഷത്തിന്റെയും സംയുക്ത ഡയറിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് മാതാപിതാക്കളിൽ നിന്നായാലും മറ്റുള്ള നാട്ടുകാരിൽ നിന്നായാലും അയൽവാസികളിൽ നിന്നായാലും എല്ലാം ചിലതെല്ലാം അവരെ വേദനിപ്പിക്കുന്നതാവാം, സന്തോഷിപ്പിക്കുന്നതാവാം. ചെറിയ ചെറിയ നുറുങ്ങ് വാക്കുകളായിക്കൊണ്ട് മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി കൃത്യമായി എഴുതി ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സാധാരണയായി ഡയറി എന്ന് പറയപ്പെടുന്നത്. കുറെ കാലം പഠിച്ചുകൊണ്ട് പഠന സമയത്തെല്ലാം ഡയറി എഴുതുമായിരുന്നു. പഞ്ചായത്ത് മെമ്പറായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 5 വർഷക്കാലവും നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കുഞ്ഞിമണികൾ എന്നാണ് ഇതിന്റെ പേര്. കുട്ടികളുടെ പടം അടക്കമുള്ള ഇതാണ് അവർ എഴുതിയിട്ടുള്ളത്. ഒന്നും കൂടി വിപുലപ്പെടുത്തി ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ വലിയ അക്ഷരത്തിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ അക്ഷരത്തിലൊക്കെ വന്നേക്കാം, എങ്കിൽ തന്നെ അതെല്ലാം വളരെ കൃത്യമായിട്ട് വീണ്ടെടുത്ത് എഴുതി. വാർഡ് രൂപീകരണത്തിന്റെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ കഴിയുന്നതിന് മുന്നേ പോയിരിക്കും. നിങ്ങൾ അനുമതി ഉണ്ടാകുന്ന കൂടി. കൂട്ടുകാരെ, എല്ലാ സംഭവങ്ങളും അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഡയറിയിൽ എഴുതണം. അക്ഷരങ്ങൾ നന്നായിട്ട് എഴുതണം. അപ്പൊ നമുക്ക് കയ്യക്ഷരമൊക്കെ നന്നാവും. യഥാർത്ഥ വാക്കുകളൊക്കെ അവരോട് ചോദിച്ചിട്ട് ആ വാക്കുകളും അവരെയും കൊണ്ട് എഴുതിക്കണം. അപ്പൊ അങ്ങനെ സംയുക്തമായിട്ട് ഈ ഡയറി അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോട്ടെ. അധ്യയന വർഷം 1ാം ക്ലാസ്സിലെ കേരള പാഠാവലി പുസ്തകത്തോടൊപ്പം തന്നെ ചരിത്ര പാഠപുസ്തകം, സംയുക്ത ഡയറി എന്നിങ്ങനെ 2 പഠന പ്രവർത്തനങ്ങളും കൂടി ചേർത്തിരുന്നു. അധ്യാപകരും പേരൻസും കുട്ടികളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന 2 പഠന പ്രവർത്തനങ്ങളാണ് ഈ ചരിത്ര പുസ്തകവും സംയുക്ത ഡയറിയും. കുട്ടിയുടെ അനുഭവക്കുറിപ്പുകളാണ് നമ്മൾ സംയുക്ത ഡയറിയിൽ എഴുതുന്നത്. ഒരാശയം തന്നെയാണ് സംയുക്ത ഡയറി എന്നത്. കുട്ടികളിലെ മലയാളം കൂടുതൽ എളുപ്പകരമാക്കുവാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മലയാള ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ മാർഗങ്ങൾ കുറഞ്ഞു പോകാറുള്ളത് അക്ഷരത്തെറ്റുകൾ വരുമ്പോഴാണ്. പ്രത്യേകിച്ച് സംയുക്ത ഡയറി എഴുതുന്നതിലൂടെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ കൂട്ടിവെച്ച് പദങ്ങൾ എഴുതാനും പദങ്ങളിൽ ചിഹ്നങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചേർക്കണമെന്നുമുള്ള ഒരു ഐഡിയ ഇതിലൂടെ ഇവർക്ക് ലഭിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഈശാന നിധി 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ എന്നും മുടങ്ങാതെ സംയുക്ത ഡയറി എഴുതാറുണ്ട്. എൻ്റെ മലയാള ഭാഷയിൽ പഠനത്തിൽ എഴുതുമ്പോൾ ചില തെറ്റുകൾ തിരുത്താനായി സംയുക്ത ഡയറി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഉറങ്ങുന്നതിനു മുമ്പ് ആ ദിവസം നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. എൻ്റെ ചിന്താശേഷി വളർന്നിട്ടുണ്ട്. പുതിയതായി തുടങ്ങിയ സംയുക്ത ഡയറിയുടെ കുന്നിമണി എന്ന പതിപ്പ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഒരു പ്രകാശനമാണ് ഇന്നിവിടെ നടന്നത്. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ കടന്നു വരികയും നമുക്കായിട്ട് ഒത്തിരി തിരക്കുകൾക്കിടയിലൂടെ വന്ന് സംയുക്ത ഡയറിയെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ വിപുലമായ രീതിയിൽ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ നമുക്ക് പകർന്നു തന്നു. സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു.